ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെബൻസ് വ്ളോഗ്. എല്ലാവർക്കും ലെബൻസ് വ്ളോഗിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള ചിക്കൻ പക്കോട ആയിട്ടാണ്. നമ്മൾ ഇങ്ങോട്ട് ഇതിനെ കോയിൻ്റപ്പം എന്ന് പറയും. അപ്പോൾ നമ്മൾ ചിക്കൻ പക്കോട ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്കിത് ഏത് തരത്തിൽ വേണമെങ്കിൽ ആക്കാം. പക്ഷെ ഞാനിവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി നമുക്ക് ആദ്യം ചിക്കൻ, അതായത് നമുക്കിപ്പം ബോൺലെസ് യൂസ് ചെയ്യാം, ബോൺ ഇല്ലാണ്ട് യൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ബോണോട് കൂട്ടിയിട്ടുള്ള ചിക്കനാണ് യൂസ് ചെയ്തിട്ടില്ല. അതാണ് കുറച്ചും കൂടി കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാരിനേഷൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്ത്, ഡീപ് ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് പാനിൽ എണ്ണ ഒഴിച്ച് സോട്ട് ചെയ്തെടുത്തിയാണ്. അത് നമുക്ക് സൈഡ് മാറ്റിയേക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഞാൻ ആഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 2.5 കപ്പ് മൈദ നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് മല്ലിച്ചപ്പ്, കറിവേപ്പില, പിന്നെ നമ്മൾ വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പാകമായ ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്ക് നമ്മൾ ചിക്കനിലേക്ക് ഓൾറെഡി ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവറായി ഉപ്പ് പാടില്ല. അങ്ങനെ നമുക്ക് നന്നായി ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഇനി നമുക്കത് ഡീപ് ഫ്രൈ ചെയ്യാം. അത് നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നടുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് എടുക്കാം. ഇതാ ഏകദേശം ഈ ഒരു നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലിപ്പം ഉള്ളി ജീരകമൊക്കെ ഇട്ടിട്ടാക്കലുണ്ട്. ഇതിൽ അതും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. കാരണം ഇതിൽ ഹൈലൈറ്റായി നിൽക്കുന്ന നമ്മൾ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റാണ്. അപ്പം ഭയങ്കര ഒരു ഈസിയാണ്. ഏറ്റവും പെട്ടെന്ന് ഒന്നാമത് നമ്മൾ ഇഫ്താറൊക്കെ നോമ്പിനൊക്കെ മുറിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ ഏറ്റവും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മളെ ചിക്കൻ പക്കോട ഇവിടെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.